നമസ്കാരം. അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള പല ജില്ലകളിലായി ചോദിച്ച കുറച്ച് പ്രധാന ചോദ്യങ്ങൾ അവയാണ് ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. അതും UP-കാർക്ക് കൂടി ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ 44 നദികളിൽ 3 മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കുക, എങ്ങനെ പറഞ്ഞാലാണ് കുട്ടികൾക്ക് ഇത് എളുപ്പം മനസ്സിലാവുക എന്നതായിരുന്നു ചോദ്യം. അപ്പൊ ഇത് എങ്ങനെ പറയും? നമുക്ക് കാണാതെ പഠിക്കാനും പറയാനും എല്ലാം എളുപ്പമാണ് അല്ലെ? അപ്പൊ ഈ ഒരു ആശയം കുട്ടികളിലേക്ക് അത് ലളിതമായി എത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായ ധാരണ നമുക്ക് വേണം. കുട്ടികൾക്ക് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു കൊടുക്കാനുള്ള അധ്യാപന അഭിരുചിയും നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. കേരളത്തിലെ ഭൂരിഭാഗം നദികളും ഒഴുകുന്നത് പടിഞ്ഞാറോട്ടേക്കാണ് അല്ലെ? ഇനി പടിഞ്ഞാറോട്ടേക്ക് ഒഴുകാനുള്ള കാരണം ആ ചരിവ് തന്നെയാണ്. നമ്മളുടെ ഭൂപ്രകൃതിയുടെ ചരിവും ദിശയും ഒക്കെ അനുസരിച്ചാണ് ഇങ്ങനെ നദികൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നത്. കിഴക്കാണ് പശ്ചിമഘട്ടം. കിഴക്ക് നിന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് താഴേക്ക് ഉള്ള ചരിവ് അനുസരിച്ച് നദികൾ താഴേക്ക് ഒഴുകുന്നു. അപ്പൊ 44 നദികളിൽ പക്ഷെ 3 മാത്രം കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത്. ഏതൊക്കെയാണവ? ഭവനി, കബനി, ഭവാനി, പാമ്പാറ് എന്നിവ അല്ലെ? അപ്പൊ ഇവ പടിഞ്ഞാറോട്ടേക്ക്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത്. ഇതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ അതിരിൽ നിന്നാണ് ഇവ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്ഭവം പശ്ചിമഘട്ടത്തിന്റെ അതിരിൽ നിന്നായതുകൊണ്ട് അവയ്ക്ക് ഒഴുക്കം എങ്ങോട്ടേക്കാണ്? കിഴക്കോട്ടേക്ക് ഒഴുകി പോകുന്നവയാണ്. പശ്ചിമഘട്ടത്തിന്റെ അതിരിൽ നിന്നാണ് അവ ഉത്ഭവിക്കുന്നത്. പിന്നീടുള്ള ചരിവനുസരിച്ചും അവയ്ക്ക് വേഗം മറ്റു നദികളുമായിട്ട്, വലിയ നദികളുമായി ചേരാൻ കഴിയുന്നത് കിഴക്കോട്ടേക്ക് ഒഴുകുമ്പോഴാണ്. അതനുസരിച്ചാണ് അവ കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. ഈ ഒരു രീതിയിൽ പറയാം. ഇതിലും ഭംഗിയായി പറയാൻ അറിയുന്നവരുണ്ടാകും. അത് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് കൃത്യമായ ICT സാധ്യത ഉപയോഗിച്ച് ഭൂപടമൊക്കെ കാണിച്ച് ചരിവുകൾ കാണിച്ച് നമുക്ക് പഠിപ്പിക്കാനാകും. അപ്പം ചരിവൊക്കെ ഈ ഭൂപടത്തിന്റെ സാന്നിധ്യത്തിൽ, നമ്മൾ LP UP പരീക്ഷയ്ക്കൊക്കെ പഠിച്ചവരാണ്. അപ്പൊ പല ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണും അല്ലെ? ഈ ജോഗ്രഫി ക്ലാസ്സുകളൊക്കെ ഭൂപടമൊക്കെ വെച്ച് പഠിപ്പിച്ചപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായിട്ടില്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ആശയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭൂപടമൊക്കെ വെച്ചിട്ട് ആ ചരിവൊക്കെ കാട്ടിക്കൊടുത്ത് പശ്ചിമഘട്ടം കാണിച്ച് എങ്ങനെയാണ് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നതൊക്കെ കാണിച്ചു കൊടുത്തും വിഷ്വൽസ് കാണിച്ചു കൊടുത്തും ഒക്കെ നമുക്ക് കുട്ടികളിലേക്ക് ഈ ഒരു ആശയം വളരെ എളുപ്പത്തിൽ എത്തിക്കാനാകും. അപ്പം ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഭൂപ്രകൃതിയുടെ എന്താണ് സവിശേഷതയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുട്ടികളില് ഭയം, ഉത്കണ്ഠ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ഭയം, ഉത്കണ്ഠയൊക്കെ എങ്ങനെ കുറയ്ക്കും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തവയാണ്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശാസ്ത്രാഭിരുചിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ ശാസ്ത്രാഭിരുചിയുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പബ്ലിക് വീഡിയോയിൽ ചെയ്തിരുന്നോ എന്നറിയില്ല. നമ്മൾ കൃത്യമായിട്ട് ടീച്ചിങ് ആസ്പിരൻസിന്റെ ക്ലാസ്സുകളിൽ അവർക്ക് കൊടുത്തതാണ്. ഞാൻ ഒരുപാട് പോയിന്റുകളൊന്നും പറയുന്നില്ല. ശാസ്ത്രാവബോധം വളർത്താൻ എന്തൊക്കെ ചെയ്യാനാകും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഏതോ ഒരു അധ്യാപികയോട് ചോദിച്ചതാണ്. അവരുടെ വിഷയം ശാസ്ത്രമായിരുന്നു എന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് മുഴുവൻ ചോദിച്ചത്. അപ്പോൾ ശാസ്ത്രാവബോധം വളർത്താൻ എന്തൊക്കെയാണ് ചെയ്യാനാവുക എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഈ EVSന്റെ ഹാൻഡ് ബുക്കിന്റെ ആമുഖ ഭാഗം നന്നായി വായിക്കുക. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, സയന്റിഫിക് നമ്പറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് നമ്മളുടെ ക്ലാസ് തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ആ ക്ലാസ്സും കൂടി കാണുക കേട്ടോ. അപ്പൊ ശാസ്ത്രാവബോധം വളർത്താൻ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാല്, നമുക്ക് കുട്ടികൾക്ക് ശാസ്ത്രത്തോട് അഭിരുചി ഉണ്ടാകുന്ന തരത്തില് ഉള്ള പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക. അതായത് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്താനുള്ള സാധ്യതകൾ. കുഞ്ഞു കുട്ടികൾ ഗവേഷകരാണ് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പോൾ
അതുപോലെ കുട്ടികൾക്ക് ചെറിയ പ്രോജക്റ്റുകളൊക്കെ കൊടുത്ത് ഗവേഷണ രീതിയിൽ ഒക്കെ നമുക്ക് അവലംബിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഉപകരണങ്ങളുടെ ഉപയോഗമൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. പരീക്ഷണം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ചെയ്തു പഠിക്കാൻ ഇഷ്ടമുള്ളവരാണ് കുട്ടികൾ. കളി രീതിയും ചെയ്തു പഠിക്കലും ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇത്തരം അവസരങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് അവരില് ശാസ്ത്രത്തോടുള്ള താല്പര്യവും വളർത്താം, ഇതിലൂടെ ശാസ്ത്ര അവബോധവും ഉണ്ടാക്കിയെടുക്കാം അല്ലെ. അപ്പൊ എല്ലാത്തിന്റെയും പിന്നിലെ തത്വം അത് കുട്ടികള് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതായത് നമ്മളിപ്പോ പ്രശ്ന പരിഹരണ രീതിയാണ് നിലവില് പ്രയോജനപ്പെടുത്തുന്നത് KCF 2023 പ്രകാരം. അതുപോലെ ശാസ്ത്രാവബോധമുള്ള തലമുറയെ സൃഷ്ടിക്കൽ KCF 2023 ഒരു ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പല പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാനാകും. അപ്പോൾ ഏതൊരു കാര്യവും മനസ്സിലാക്കേണ്ടത് ശാസ്ത്രത്തിന്റെ അടിത്തറയിലാണ്. ശാസ്ത്രീയമായ അടിത്തറ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന ബോധം ചെറിയ ക്ലാസ്സിലേക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മളുടെ പുതിയ പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നമുക്ക് നടപ്പിലാക്കാം. അതുപോലെ തന്നെ ശാസ്ത്രത്തിലെ പുതിയ കണ്ടെത്തലുകൾ, പുത്തൻ കണ്ടെത്തലുകളെ കുറിച്ച് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള വേദികൾ, ശാസ്ത്രവേദികൾ നമുക്ക് സംഘടിപ്പിക്കാം. അത് ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിലുമാകാം, അതല്ലാതെ അസംബ്ലിയിൽ ഒരു സെക്ഷൻ എല്ലാ ദിവസവും ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബോധപൂർവം ചില കാര്യങ്ങൾ ശാസ്ത്രത്തിന് വേണ്ടി ചെയ്യുക അല്ലെ. ശാസ്ത്രാവബോധം വളർത്താനായിട്ട് കുട്ടികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവേഷണമൊക്കെ നടത്തണമെങ്കിൽ ലാബുകൾ വേണം. അതുപോലെ ഓരോ ക്ലാസ്സിലും ശാസ്ത്രമൂലകൾ വേണം. അവിടെ ശാസ്ത്ര മാഗസീനുകൾ ഉണ്ടാകണം. ലഘു പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള കിറ്റുകൾ ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനാകും. അപ്പൊ ശാസ്ത്രബോധം വളർത്താനായിട്ട് ഇവയൊക്കെ നമുക്ക് അവലംബിക്കാം. മാസികകൾ, ഉപകരണങ്ങൾ, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള പലതരം പ്രക്രിയാശേഷികൾ, ഇവയിലൂടെയൊക്കെയുള്ള പുത്തൻ അറിവുകളുടെ നിർമ്മാണം ശാസ്ത്രാവബോധം കുട്ടിയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു വെക്കാം. അവിടെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നമ്മളുടെ EVS ക്ലാസ് ഒന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ശാസ്ത്രം പഠിപ്പിക്കുന്നതിന്റെ പ്രയോജനം എന്ത് എന്നുള്ളതായിരുന്നു. അപ്പൊ ശാസ്ത്രം എന്തിനാണ് പഠിപ്പിക്കുന്നത്? ശാസ്ത്രം പഠിച്ചില്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇത്രയും നമ്മൾ ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് പോലും അവിടെ എവിടെയായിട്ട് അന്ധവിശ്വാസങ്ങളും അതിന്റെ മേലുള്ള ക്രിമിനൽ കുറ്റങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പലതും കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും അന്ധമായ വിശ്വാസങ്ങൾ, അനാചാരങ്ങള്, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിലുള്ള കൊലപാതകങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് കേരളവും. ഒരിക്കലും കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതൊന്നും നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. കാരണം വിദ്യാസമ്പന്നരാണ് നമ്മൾ എന്ന് അഹങ്കരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. എന്നിട്ട് പോലും നമ്മുടെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് കൃത്യമായ ശാസ്ത്ര അവബോധം ഉണ്ടാകാത്തത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ശാസ്ത്രം പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഏതൊരു കാര്യത്തെയും ശാസ്ത്രീയമായി നോക്കിക്കാണാനുള്ള മനസ്സ് നമ്മളുടെ പുത്തൻ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാകേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് പുരോഗമനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനാവുകയുള്ളൂ. അപ്പൊ അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന, അനാചാരങ്ങളെ തെല്ലും വിശ്വസിക്കാത്ത തലമുറയുണ്ടെങ്കിൽ മാത്രമേ ശരിയായ പുരോഗമനം ഓരോ രാജ്യത്തിനും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ശാസ്ത്രാവബോധം വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് ഈ ഒരു ബേസിൽ തന്നെ പറയാനാകും അല്ലെ. അതുപോലെ തന്നെ യുക്തിചിന്ത വളർത്താൻ, അതുപോലെ ആശയങ്ങളെ ആത്മവിശ്വാസത്തോടുകൂടി തത്വങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ അവതരിപ്പിക്കാനൊക്കെ ശാസ്ത്രാവബോധം ഉണ്ടായിരിക്കണം അല്ലെ. ശാസ്ത്രം പഠിക്കണം. വെറുതെ എന്തെങ്കിലും പോയിന്റുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പോലും നമ്മൾ അതിന് വസ്തുനിഷ്ഠമായിട്ടാണ് ആ കാര്യത്തെ നോക്കി കാണേണ്ടതും സംസാരിക്കേണ്ടതും. അതിനൊക്കെ ഒരാൾ എന്ത് ചെയ്യണം? ശാസ്ത്രാവബോധം ഉള്ള ആളായിരിക്കണം അല്ലെ. ഇനി പ്രകൃതിയെ മനസ്സിലാക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഒക്കെ എന്ത് വേണം? ശാസ്ത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്തരത്തില് നമ്മൾ ശാസ്ത്രം പഠിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രകൃതിയുടെ സംരക്ഷണം, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ, ഇതിനൊക്കെ ശാസ്ത്രം ആവശ്യമാണ്. നമ്മളുടെ പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവൂ അല്ലെ.
ഇപ്പം സുനാമി സുനാമി മുന്നറിയിപ്പും വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഓരോ അപകടങ്ങള്, പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടുത്തു നിർത്താനാകില്ല, പക്ഷെ നമുക്ക് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച് അതിന്റെ ആപത്ത് കുറയ്ക്കാനാകും അല്ലെ. അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മരണനിരക്കൊക്കെ നമുക്ക് കുറയ്ക്കാനാകും, നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ശാസ്ത്രം പഠിക്കുന്നതിന്റെ പ്രയോജനമായിട്ട് നമുക്ക് പറയാം അല്ലെ. അതുപോലെ തന്നെ ശാസ്ത്രീയമായ സമീപനം, ഏതൊരു കാര്യത്തിന്റെയും റീസൺ അറിഞ്ഞുള്ള പ്രതികരണം, അത് സയന്റിഫിക് ടെമ്പർ ആണ് അല്ലെ. അപ്പൊ ഈ സയന്റിഫിക് ടെമ്പർ ഓരോ ജനതയിലും ഉണ്ടാകണമെന്ന് ഭരണഘടനയിൽ പോലും പറയുന്നുണ്ട്. അപ്പം ഈ സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരാൾക്ക് തീർച്ചയായും ഏതൊരു കാര്യത്തിന്റെയും വസ്തുത എന്ത് എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാനാകും. ആരെന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കപ്പെടുമ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നതും തെറ്റായ തീരുമാനങ്ങളിലേക്ക് എത്തപ്പെടുന്നതും. ഇതില്ലാതെ ഏതൊരു കാര്യം കേട്ടാലും ഇത് ശരിയാണോ എന്ന് ചിന്തിച്ച് 2 വട്ടം ചിന്തിക്കുക എന്ന് പണ്ടുള്ള ആളുകൾ പറയും അല്ലെ. എന്ത് ചെയ്യുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണമെന്ന് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഏതൊരു കാര്യം കിട്ടിയാലും അതിനെ ശാസ്ത്രീയമായി ഒന്ന് ചിന്തിച്ചു നോക്കണമെന്നാണ് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറയും. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ചുരുക്കി നിങ്ങളുടേതായ രീതിയിൽ പറയുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇപ്പൊ ശാസ്ത്രം പഠിപ്പിക്കുന്നതിന്റെ പ്രയോജനം ആണ് നമ്മൾ പറഞ്ഞത്. ഇനി പിന്നീട് ആ ടീച്ചറിനോട് ചോദിച്ചത് ഗ്രന്ഥികളെ കുറിച്ചിട്ടൊക്കെയാണ്. അതൊക്കെ സ്പെസിഫിക് ആയിട്ട് സുവോളജി ഒക്കെ എടുത്തത് കൊണ്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ബാക്കി ചോദ്യങ്ങൾ നോക്കട്ടെ. ഇനി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രൈമറി ക്ലാസ്സുകളിൽ ശാസ്ത്ര വിഷയം എങ്ങനെ പഠിപ്പിക്കാം എന്നൊരു ചോദ്യം കണ്ടു. പ്രൈമറി ക്ലാസ്സുകളിൽ ശാസ്ത്ര വിഷയങ്ങൾ എങ്ങനെ പഠിപ്പിക്കാം. പ്രൈമറി ക്ലാസ്സിൽ ശാസ്ത്ര വിഷയങ്ങൾ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ചെയ്താണ് പഠിക്കേണ്ടത് അല്ലെ. വെറുതെ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ തത്വങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ടീച്ചർ സെന്റേർഡ് ആയിട്ട് അല്ല പഠിപ്പിക്കേണ്ടത്. ചൈൽഡ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കണം. അത് എങ്ങനെയാണ് കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന ചാക്രികാരോഹണ സമീപനം ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ കണ്ടും കേട്ടും ചെയ്തും ആണ് പഠിക്കേണ്ടത്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കുട്ടി പഠിക്കുമ്പോൾ ആ ആശയങ്ങൾ കുട്ടി മറക്കുന്നില്ല. ചെയ്തു പഠിച്ച കാര്യങ്ങൾ അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അല്ലെ. അതുപോലെ പരിസരവുമായി ബന്ധപ്പെടുത്തിയായിരിക്കണം പഠിക്കേണ്ടത്. അനുഭവാധിഷ്ഠിതമായിരിക്കണം. ജീവിതഗന്ധിയായ പഠന രീതി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ പരിസരബന്ധിതമായി പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉദ്ഗ്രഥന സമീപനം പോലും സയൻസിന്റെ കാര്യത്തിൽ ഉദ്ഗ്രഥന സമീപനം EVS എന്ന് പറഞ്ഞ് പ്രൈമറി തലങ്ങളിൽ എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് കുട്ടി ഈ പ്രകൃതിയെ വിഭജിച്ച് കാണുന്നില്ല. സയൻസ്, സോഷ്യൽ സയൻസ് എന്നിങ്ങനെ വിഭജിച്ചല്ല കാണുന്നത്, മുഴുവനായാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് EVS എന്ന് പോലും നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലാകുന്ന തരത്തിൽ അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി കണക്ട് ചെയ്ത് വേണം ശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് അല്ലെ. അപ്പൊ എന്താ നമുക്ക് ഇതിൽ ചുരുക്കി എങ്ങനെ പറയാം? അനുഭവാധിഷ്ഠിതമായിരിക്കണം, പ്രക്രിയാബന്ധിതമായിട്ടാണ് പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അവന്റെ ചുറ്റുപാടുമായി ബന്ധിപ്പിച്ച് അവരുടേതായ അനുഭവങ്ങളിലൂടെയാണ് കുട്ടി ശാസ്ത്രം പഠിക്കേണ്ടത്. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതുപോലെ കൂട്ടായ പഠനമാണ് വേണ്ടത്. അതായത് സഹവർത്തിത പഠനം അല്ലെ. കുട്ടികൾ ഒരുമിച്ച് ഗ്രൂപ്പായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അധ്യാപിക ഒരു മെന്റർ എന്ന നിലയിൽ സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെയായിരിക്കണം ശാസ്ത്രം പഠിക്കേണ്ടത്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ശാസ്ത്ര പഠനത്തിലുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രായോഗിക പരീക്ഷണങ്ങള് എന്തൊക്കെയാണ്? അതായത് ലളിതവും സുരക്ഷിതവുമായ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് ചെയ്യിപ്പിക്കാനാവുക എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എങ്ങനെയാണ് പരീക്ഷണങ്ങൾ ചെയ്യാൻ? അത് സയൻസ് ബേസ് ആയിട്ട് എടുത്തവർക്ക് ഒരുപാട് പരീക്ഷണങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും. കുട്ടികൾക്ക് വേണ്ടി പരീക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലയിലായിരിക്കാം ആ ചോദ്യം ചോദിച്ചത്. ചോദ്യം എനിക്ക് വ്യക്തമല്ല. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് അത് നിങ്ങൾ അറിയേണ്ടതാണ്. കുട്ടികൾക്ക് വേണ്ടി പരീക്ഷണങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ സംഘടിപ്പിക്കുമ്പോൾ അത് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ളതും അവർക്ക് അപകടമില്ലാത്തതും അധ്യാപികയുടെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ടത് ആണ് അല്ലെ പരീക്ഷണങ്ങൾ. അപ്പൊ ഈ ഒരു രീതിയിലുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തിട്ട് വേണം പരീക്ഷണം നടത്താനായിട്ട്. കുട്ടികൾക്ക് സ്വയം ചെയ്തു നോക്കാൻ വ്യഗ്രതയുള്ളവരാണ് കുട്ടികൾ. അപ്പൊ അത്തരത്തിലുള്ള അവർക്ക് ഒരാളുടെയും സഹായം ഇല്ലാതെ ചെയ്യാനും കൂടി കഴിയുന്ന തരത്തിലുള്ള അത്രയ്ക്ക് സുരക്ഷിതമായ രീതിയിലുള്ള പരീക്ഷണങ്ങൾ കുട്ടികൾ ചെയ്യാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കലാണ് വേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ശാസ്ത്രമൂലയില് കുട്ടികൾക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള സുരക്ഷിതമായ ഉപകരണങ്ങൾ അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോ അതുപോലെ തന്നെ ഒരു പരീക്ഷണത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൃത്യമായ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങളെ വിഭജിച്ചു കൊടുക്കല്, ഉപകരണങ്ങളുടെ ചുമതല ഓരോരുത്തർക്ക് നൽകല്, അവ സൂക്ഷിക്കേണ്ടത്, അവ ഉപയോഗിക്കേണ്ടത്, എല്ലാ കുട്ടികളുടെയും കൈവശം ഉപകരണങ്ങൾ എത്തപ്പെടുമ്പോഴും അവ കൃത്യമായി ആണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നോക്കാനായിട്ട് ഉപകരണങ്ങളുടെ ചുമതല ഒന്നോ രണ്ടോ കുട്ടികൾക്ക് കൊടുക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പരീക്ഷണങ്ങൾ നടത്താനായിട്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന വിവരങ്ങൾ ഉണ്ടാവും, അതും കൂടി ഉൾപ്പെടുത്തി സംസാരിക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമ്പോഴേ സുരക്ഷിതമായ അന്തരീക്ഷം പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് പരിസ്ഥിതിയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മഷിത്തണ്ടിന്റെയൊക്കെ പരീക്ഷണമൊക്കെ ഉണ്ടല്ലേ, ജലത്തിന്റെ ആവശ്യകതയെ കാണിക്കാനായിട്ട് സസ്യങ്ങൾക്ക് വളരാൻ ജലം ആവശ്യമാണ് എന്ന ആശയവും സൂര്യപ്രകാശം ആവശ്യമാണ് എന്ന ആശയവും ഒക്കെ കാണിക്കാനുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പം പ്രകൃതിയോട് ഇണങ്ങിയ പരീക്ഷണങ്ങൾ, കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന പരീക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ പരീക്ഷണം വെറുതെ നടത്തുകയല്ല, പരീക്ഷണങ്ങൾ ചെയ്ത ശേഷം പരീക്ഷണ കുറിപ്പ് എഴുതണം, അതിന് കുട്ടിയെ പ്രേരിപ്പിക്കണം. അപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ചിത്രങ്ങളൊക്കെ വരച്ച് പിന്നെ അതിന്റെ ചെറുവാക്യങ്ങളിലൂടെ ഓരോ ഘട്ടത്തിന്റെയും ചിത്രങ്ങൾ വരച്ച് ചെറുവാക്യങ്ങളിലൂടെയൊക്കെ ചെയ്യുന്ന രീതി സ്വീകരിച്ചാലും മതിയാകും. അപ്പോൾ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ നമുക്കത് കൂടുതൽ പരീക്ഷണ കുറിപ്പ് കൂടുതൽ സ്പഷ്ടമായിട്ട് എഴുതത്തക്ക രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. ഓരോ ഘട്ടവും വിശദീകരിക്കാനും ഒക്കെ പറഞ്ഞു കൊടുത്ത് അത് കൃത്യമായി ചെയ്യിപ്പിക്കണം. ഇനി നമ്മൾ ഇന്നലെ കുറേ ചോദ്യങ്ങൾ ഇന്നലെ അല്ല കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച കുറേ ചോദ്യങ്ങളാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ലാഗ് വരുന്നത് കേട്ടോ. ഇനി കമ്പ്യൂട്ടറിനെ എങ്ങനെ പരിചയപ്പെടുത്താം എന്നൊരു ചോദ്യം. അതായത് ആദ്യമായിട്ട് ഒരു കുട്ടിയെ നമ്മൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടികളെ എങ്ങനെയാണ് പരിശീലിപ്പിക്കുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത കുട്ടികളെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തുക, അതായത് ഇവയുടെ ഓരോന്നിന്റെയും ഉപയോഗം, പിന്നെ ഓരോ ഡിവൈസിന്റെയും ഉപയോഗങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. കീബോർഡ് മൗസും ഒക്കെ കൺട്രോൾ ചെയ്യാനും, കീബോർഡിൽ ടൈപ്പ് ചെയ്യാനും മൗസ് കൺട്രോളിങ്ങും ഒക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ എത്തിക്കാം എന്നൊരു ചോദ്യം ഒരു അധ്യാപികയോട് ചോദിച്ചിരുന്നു. അപ്പൊ എങ്ങനെയാണ് എത്തിക്കുക? അതിനായിട്ട് നമ്മളുടെ പിന്നെ സ്കൂളിലെ കളിപ്പെട്ടി അല്ലേ, കമ്പ്യൂട്ടറിന്റെ ടെക്സ്റ്റ് ബുക്ക്, അപ്പൊ അതിലെ പ്രവർത്തനങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. ഉബുണ്ടു ഉപയോഗിച്ചിട്ടാണ് സ്കൂളുകളിൽ കമ്പ്യൂട്ടർ പഠിക്കുന്നത്. വിവരസാങ്കേതിക വിദ്യ അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നേരിട്ട് ഇത് കീബോർഡ്, ഇത് മൗസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ഗെയിമുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ആദ്യം മൗസ് കൺട്രോളിനുള്ള ഗെയിമുകൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എറേസ് ചെയ്ത് ചിത്രങ്ങൾ ഏതാണെന്ന് കണ്ടെത്താനുള്ള ഗെയിം, അങ്ങനെ പലതരം ഗെയിമുകൾ നമ്മളുടെ ഉബുണ്ടുവിനകത്ത് GCompressനകത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഇപ്പം Gcombrexിലുള്ള വിവിധ തരം ഗെയിമുകൾ കുട്ടികളെ ഈ ഒരു മൗസ് കൺട്രോള്, കീബോർഡിന്റെ പരിജ്ഞാനം എന്നിവ നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് പറയാം. അതായത് കീബോർഡ്, മൗസ് ഇവയുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിവിധ ഗെയിമുകൾ പിന്നെ ലഭ്യമായിട്ടുണ്ട് Gcombrexിൽ. അവ ഉപയോഗിച്ച് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നമുക്ക് നൽകാവുന്നതാണ്. അപ്പൊ ഈ കാണുന്ന ഭാഗം നമ്മൾ ഈ സ്ക്രീനിനെ മോണിറ്റർ എന്നാണ് വിളിക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാനാകും. കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമെന്ന് നമ്മൾ ഇങ്ങനെ പലതവണ കീബോർഡിലെ കീ എവിടെയാണ്, എ എന്ന കീ എവിടെയാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇത് കീബോർഡാണ്, അപ്പൊ കീസ് ABCD ഓർഡറിലല്ല, എയുടെ തൊട്ടപ്പുറം എസ് ആണുള്ളത് തുടങ്ങിയ ധാരണ ഒരുപാട് തവണ ഈ കീസ് യൂസ് ചെയ്യുമ്പോൾ ആ ധാരണ കുട്ടികളിലേക്ക് എത്തും. അതുപോലെ മൗസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൂവ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ആ മൗസ് കൺട്രോൾ ചെയ്ത് പിടിക്കേണ്ട രീതികളുണ്ട്. അതെല്ലാം നമ്മൾ കുട്ടിയിൽ ഹോൾഡ് ചെയ്യാൻ ആദ്യം പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് മൗസ് കൺട്രോൾ ചെയ്ത് പതിയെ നീക്കാൻ പഠിക്കണം അല്ലെ. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ആ ഉപകരണത്തിന്റെ പേര് പലാവർത്തി പറയുമ്പോൾ ഓരോ ഉപകരണവും കുട്ടിക്ക് പരിചിതമാകും. അതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഗെയിമുകളുടെ കാര്യവും പറഞ്ഞ് നമുക്ക് നിർത്താതെ. അതായത് ബേസിക് കമ്പ്യൂട്ടർ ഗെയിമുകൾ ഉപയോഗിക്കാമെന്ന് നമുക്ക് പറയാം. ഇനി 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുന്ന പുസ്തകങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നൊരു ചോദ്യം കണ്ടിരുന്നു. ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ കുറിച്ച് പറയാനാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് ബാലസാഹിത്യ കൃതികളെ കുറിച്ച് നോക്കി വെക്കുക. അതോടൊപ്പം തന്നെ 4ാം ക്ലാസ് ആകുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി വലിയ കഥകളൊക്കെ വായിക്കാനായിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് പല നിലവാരക്കാരായ കുട്ടികളുണ്ട്. എല്ലാവരെയും പരിഗണിക്കത്തക്ക തരത്തിൽ തന്നെ ആയിരിക്കണം 4ാം ക്ലാസ്സിന്റെ ലൈബ്രറി എന്ന് പറയുന്നത്. വായനയ്ക്ക് പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വായിക്കാൻ പറ്റുന്ന ലളിതമായ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയും അതുപോലെ തന്നെ അല്ലാതെ കൃത്യമായി വായിക്കുന്ന കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ കുറച്ച് ഉയർന്ന നിലവാരമുള്ള പുസ്തകങ്ങളും കൂടി ഉൾപ്പെടുത്തിയും നമ്മൾ ലൈബ്രറി സജ്ജീകരിക്കേണ്ടതാണ്. പിന്നെ ആ ലൈബ്രറിയിൽ കുട്ടികളുടെ താല്പര്യം പരിഗണിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ ശാസ്ത്രാഭിരുചി വളർത്തുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണം. കഥയും കവിതയും പിന്നെ ശാസ്ത്ര അടിത്തറയും എല്ലാം കുട്ടികൾക്ക് വേണ്ടതാണ്. ഗണിതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഇവയെല്ലാം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് ലൈബ്രറിയിൽ ഉൾപ്പെടുത്താം. പിന്നെ 4ാം ക്ലാസ്സിന്റെ ലൈബ്രറി ആയതുകൊണ്ട് തുടർന്ന് അവർ 5ലേക്കൊക്കെ പോകാനുള്ള കുട്ടികളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അവരെ ഒന്നുകൂടി പരുവപ്പെടുത്തത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടത് നല്ലതാണ്. ഇപ്പോൾ സാധാരണ കഥകൾക്കപ്പുറം ശാസ്ത്ര അവബോധം വളർത്തുന്ന തരത്തിലുള്ള കഥകളൊക്കെ കുട്ടികൾക്ക് നൽകാം. ഇപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് നിരവധി പുസ്തകങ്ങളുണ്ട് അത്തരത്തിലുള്ളത്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെ ഈ പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് സംസാരിക്കാം. എന്തുകൊണ്ട് എന്നൊക്കെ പറയുന്ന പുസ്തകമുണ്ട്. പിന്നെ ജന്തുലോകത്തേക്ക് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. പിന്നെ അമ്മു എന്ന് പറയുന്ന ഒരു കുട്ടി കാണുന്ന കാഴ്ചകളെ കുറിച്ചൊക്കെ, ഓരോ ജീവിയെ കുറിച്ചൊക്കെ ഉള്ള അതിന്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ആനയുടെ തുമ്പിക്കൈ കുറിച്ചൊക്കെ ആ കുട്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മിന്നാമിനിങ്ങിനോട് ചെന്ന് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ തിളങ്ങുന്നത് എന്നൊക്കെ അമ്മു സംശയങ്ങൾ ചോദിക്കുന്നതും മിന്നാമിനിങ് മറുപടി പറയുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകളുണ്ട്. അത് 4ാം ക്ലാസ്സിന് അനുയോജ്യമായ ഒരു പുസ്തകമാണ്. പേര് ഞാൻ വിട്ടു, നിങ്ങൾ കണ്ടെത്തുക. അപ്പൊ ഇങ്ങനെയുള്ള ചേക്കുട്ടി അങ്ങനെ എന്തൊക്കെയോ പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഈ പുസ്തകങ്ങളുടെ കുറച്ച് പേരുകൾ കണ്ടെത്തി വെക്കുക, അവ പ്രയോജനപ്പെടുത്തുക കേട്ടോ. പിന്നെ പ്രൈമറി ക്ലാസ്സുകളിൽ ഗണിത പഠനത്തിന് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാമെന്ന് അതൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ ഒരുപാട് തവണ പറഞ്ഞതാണ്. എങ്കിലും ബീഡ്സ്, അതുപോലെ തന്നെ അബാക്കസ്, ഇപ്പൊ ലോ കോസ്റ്റ് നോ കോസ്റ്റും ഒക്കെ പറയുമ്പോൾ അബാക്കസ് നമുക്ക് നോ കോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതായത് ഉപയോഗിച്ച് വലിച്ചെറിയപ്പെട്ട തെർമോക്കോളുകള്, ഇത് ഈർക്കിൽ കഷ്ണവും അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട വാഴപ്പിണ്ടി, വാഴപ്പോള, നിങ്ങൾ എന്താണോ എന്തോ പറയുന്നത്, അപ്പൊ അത് ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഈർക്കിൽ കുത്തി നിർത്തി നമുക്ക് പഴയ മാലകളുടെ മുത്തുകൾ കോർത്തും
ഒക്കെ നമുക്ക് അബാക്കസ് നിർമ്മിക്കാം. അപ്പൊ ഇത് നോ കോസ്റ്റ് ആയിട്ട് നിർമ്മിക്കാൻ പറ്റും. അപ്പൊ അബാക്കസ്, പിന്നെ എന്താണ്, ബീഡ്സ് കൊരുക്കാനുള്ള വലിയ ബീഡ്സിന്റെ മാലകളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. കുട്ടികൾക്ക് 10 വീതം എണ്ണി മാറ്റി 100 ബീഡ്സ് ഉള്ള മാല 10 വീതം കൂട്ടങ്ങളാക്കി ചെയ്യാൻ പറ്റുന്ന തരത്തില്. അപ്പൊ അങ്ങനെയുള്ള ബീഡ്സിന്റെ മാലകൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് ഗണിത കിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഉല്ലാസ ഗണിതത്തിന്റെ ഭാഗമായിട്ടും ഗണിത വിജയത്തിന്റെ ഭാഗമായിട്ടും ധാരാളം ഗണിതവുമായി ബന്ധപ്പെട്ട കിറ്റുകൾ കളികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തില്. അപ്പൊ ഇവയൊക്കെ നമുക്ക് ഗണിത പഠനത്തിന് പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാം. ആ ഗണിത കിറ്റിനകത്തുള്ളതാണ് പിന്നെ എന്താണ്, നമ്മുടെ പൂമ്പാറ്റയെ പൂവിലിരുത്താൽ എന്ന് പറയുന്ന കളിയുണ്ട്. പൂക്കളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു തവളക്കുട്ടൻ ഇങ്ങനെ ചാടി ചാടി പോകാനായിട്ടുള്ള കുറേ കോളങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേ നമുക്ക് ബട്ടണുകൾ, പല നിറത്തിലുള്ള റൗണ്ട് ബട്ടണുകൾ ഉണ്ടാകും. ഇപ്പൊ ഡൈസ് ഉണ്ടാവും. ആ ഡൈസ് ഇട്ടിട്ട് വരുന്ന സംഖ്യ അനുസരിച്ച് ഇങ്ങനെ ഈ ബട്ടണുകൾ മൂവ് ചെയ്യണം. അപ്പൊ അതനുസരിച്ച് ഈ തവള ഇങ്ങനെ ചാടി പോകുന്നു എന്ന രീതിയിലേക്ക് ഒരു ഗെയിം ഉണ്ട്, ഒരു ബോർഡ് ഗെയിം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബോർഡ് ഗെയിമുകളൊക്കെ നമ്മളുടെ ഉല്ലാസ ഗണിതത്തിന്റെ ഭാഗമായും ഗണിത വിജയത്തിന്റെ ഭാഗമായും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൊമിനോ കാർഡുകൾ അല്ലെ, അങ്ങനെ നമുക്ക് ഇവയൊക്കെ പറയാനാവും. ഇതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് വെച്ചോണം കേട്ടോ. ഞാൻ ഈ പെട്ടെന്നാണ് നിങ്ങളിലേക്ക് ഈ ചോദ്യങ്ങൾ എത്തിക്കുന്നത്, അതുകൊണ്ട് ഒരുപാടൊന്നും ഉൾപ്പെടുത്താനോ പറയാനോ, ആദ്യമായി കാണുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. കിട്ടിയ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും നല്ലത് എന്ന് തോന്നിയത് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ മുൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ എന്തിനാണ് അടുത്ത ക്ലാസ്സിലേക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പാഠപുസ്തകങ്ങൾ നിർമ്മിക്കുന്നത്, എന്തിനാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ചോദ്യം. ചോദ്യം ഒട്ടും വ്യക്തമല്ലാതെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതും അല്ലെങ്കിൽ സാധ്യതയുള്ളതുമാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ഒരു പേരുണ്ടല്ലോ, എന്താണ്, ചാക്രികാരോഹണ സമീപനം അല്ലെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അതുപോലെ പഠിച്ച കാര്യങ്ങളിൽ പുതുതായി പോയിന്റുകൾ ആഡ് ചെയ്തും പഠിക്കുന്നതാണ് ചാക്രികാരോഹണ സമീപനം. രേഖീയ സമീപനത്തെക്കാൾ എപ്പോഴും നല്ലത് ചാക്രികാരോഹണ രീതി തന്നെയാണ്. അപ്പൊ ആദ്യം നമ്മൾ 1-ാം ക്ലാസ്സിൽ പൂവ് എന്ന ആശയം പഠിച്ചു. 2-ാം ക്ലാസ്സിലേക്ക് വന്നപ്പോ പൂവിന്റെ ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. അല്ലെങ്കിൽ പൂവ് എന്ന വിവിധ തരം പൂക്കളുണ്ട്, അവ നിറങ്ങള്, അല്ലെങ്കിൽ ആ പൂവിൽ നിന്ന് വിത്താവുന്നവ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അപ്പൊ പൂവ് എന്ന് പറയുന്നത് അതിന്റെ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന പിന്നെ ഭാഗമാണ് എന്ന രീതിയിലേക്ക് പിന്നീടുള്ള ആശയം പോകുന്നു. അങ്ങനെ വളർന്ന് നമ്മൾ അവസാനം പിന്നെ ഓരോ പൂവിന്റെ ഓരോരോ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഛേദം പഠിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നു. അപ്പൊ ആദ്യം പൂവ് എന്ന ലളിതമായ ആശയത്തിൽ നിന്ന് ഇങ്ങനെ പോയി ഓരോരോ പോയിന്റുകൾ ആഡ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ കുട്ടികൾക്ക് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകുന്ന ഒരു രീതിയും, അതുപോലെ തന്നെ ചാക്രിക ആരോഹണ രീതി, അവർ പഠിച്ച കാര്യത്തെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് അടുത്ത പുത്തൻ പോയിന്റിലേക്ക് പോവുക, അങ്ങനെയും വരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു രീതി വരുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുന്നു. എനിക്കറിയാം എന്നൊരു ധാരണ, ഞാൻ ഇതൊക്കെ പഠിച്ചതാണല്ലോ, എനിക്ക് ഇതേക്കുറിച്ച് അറിയാമല്ലോ എന്ന് വരുമ്പോൾ കുട്ടിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് കുട്ടിയുടെ ശ്രദ്ധയെ നിലനിർത്തും അല്ലെ. എനിക്കറിയുന്ന കാര്യമാണ് പഠിക്കാൻ പോകുന്നത് എന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് അവർക്ക് നന്നായി പഠിക്കാനാകും. അപ്പോൾ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി കാണാനുള്ള അവസരം കിട്ടുമ്പോൾ അവ ഓർമ്മയിൽ ഇങ്ങനെ നിലനിർത്താൻ സാധിക്കും. ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അവ ഓർമ്മയിൽ നിലനിർത്താൻ കഴിയും. പ്രായമനുസരിച്ച് ഒരുപാട് പോയിന്റുകൾ ആഡ് ചെയ്ത് പഠിക്കുന്ന രീതിയാണ്. ആ രീതി തന്നെയാണ് നല്ലത്. ഇപ്പൊ സർപ്പിള രീതി എന്നോ ചാക്രികാരോഹണ രീതി എന്നൊക്കെ പറയുമ്പോൾ അത് ഓർത്തോണം. അപ്പോ ആ ക്വസ്റ്റ്യൻ, അതായത് വീണ്ടും കാണുന്ന പഠിച്ച കാര്യങ്ങളെ വീണ്ടും കാണുന്ന രീതിയിൽ പാഠപുസ്തകങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ ആണ് നമ്മൾ സംസാരിച്ചത്. ആ രീതിക്ക് പറഞ്ഞ പേരാണ് ചാക്രികാരോഹണ രീതി അഥവാ സർപ്പിള രീതി. അപ്പൊ രേഖീയ രീതി എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്ക് പഠിച്ചു, കളഞ്ഞു, പോയി, പിന്നീട് അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നു, കളയുന്നു, പോകുന്നു. അതാണ് രേഖീയ രീതി കേട്ടോ. ഇനി SSLC പരിശോധിക്കുന്നത്, SSLC പരീക്ഷാ ഫലം പരിശോധിക്കുന്നത് എവിടെ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം. അത് പരീക്ഷാ ഭവൻ എന്നുള്ള ഉത്തരം ആണ് വരേണ്ടത് കേട്ടോ.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ ഉണ്ടായിരുന്നു. ബഹിരാകാശം എന്ന ആശയമൊക്കെ എങ്ങനെ പഠിപ്പിക്കാം? ബഹിരാകാശം എന്നൊക്കെ ഉള്ള ആശയം നമുക്ക് ഇവിടെ ഇരുന്ന് ഭൂമിയുടെ അപ്പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇമാജിനേഷനിലാണ് നമ്മളൊക്കെ പഠിച്ചത്. അങ്ങനെയാണ് നമ്മളോട് ഇങ്ങനെ പറയുന്നു, ആ വിവരണം അനുസരിച്ച് നമ്മളുടെ മനസ്സിൽ സങ്കല്പിക്കുന്നു അങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് അവിടേക്ക് ചെല്ലുന്നത് പോലെ അനുഭവിച്ച് പഠിക്കാനാകും അല്ലെ. വിർച്വൽ റിയാലിറ്റിയുടെ ഒക്കെ കാലഘട്ടമാണിത്. ഇപ്പം ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി അല്ലെ, ഇതൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവര് ജീവിക്കുന്നത്. അവർക്ക് അവിടെ നേരിട്ട് പോയ അനുഭവം കിട്ടത്തക്ക രീതിയിലുള്ള എക്സ്പീരിയൻസ് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നിലവിലത്തെ തലമുറയുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ബഹിരാകാശം എന്നൊക്കെയുള്ള ആശയങ്ങൾ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് ദൃശ്യങ്ങളും വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അവയിലൂടെ നമുക്ക് കുട്ടികളിലേക്ക് ഈ ആശയം കൃത്യമായി എത്തിക്കാനാകും. ഇന്ന് നമ്മുടെ ടീച്ചറിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്നെന്ന് പറയുമ്പോൾ 20/3/2025 ചോദിച്ച ചോദ്യമാണ്. ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന കാലഘട്ടമാണ്. ഇപ്പം ആൺ പെൺ വ്യത്യാസമില്ല, യൂണിഫോമിൽ പോലും പിന്നെ യൂണിറ്റി ഉള്ള യൂണിഫോമാണ് അല്ലെ, ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒക്കെ വരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഒരു കാലഘട്ടത്ത് ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ് എന്ന് പറയുന്നത് ശരിയാണോ? അത് ജെൻഡർ ഇക്വാലിറ്റി അല്ലല്ലോ. അപ്പൊ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ശരിയായ വാക്ക് എന്താണ്? ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ് എന്നുള്ളതിന് പകരം എന്താണ് ജെൻഡർ ഇക്വാലിറ്റി പ്രകാരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? എന്താണ്? നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നു, കമന്റിൽ അറിയിക്കുക ഉത്തരം. എന്ന് പറഞ്ഞ് ഞാൻ പോട്ടോ. നമുക്ക് ഹെഡ് ടീച്ചർ എന്ന് പറയാം അല്ലെ. ഹെഡ് ടീച്ചർ എന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ ഉത്തരം പറയാനാകും. അതായത് ടീച്ചർ എന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ്. അപ്പൊ ഹെഡ് ടീച്ചർ അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസ്സുകളിലുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇവയെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഒന്നും തന്നെ കളയാതെ പഠിക്കുക കേട്ടോ. അതുപോലെ പ്രീ പ്രൈമറി ക്ലാസ്സിൽ എന്തൊക്കെ എഴുതാനാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് വായിക്കാൻ പഠിപ്പിക്കേണ്ടത്? എന്തൊക്കെ എഴുതാൻ പഠിപ്പിക്കാം? പ്രീ പ്രൈമറി ക്ലാസ്സിൽ റാ പഠിപ്പിക്കാം, താ പഠിപ്പിക്കാം, നാ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പറയും അല്ലേ? ആണോ? ഇങ്ങനെയാണോ പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കണോ? അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല, അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കാൻ പാടില്ല. അവർക്ക് കണ്ടോട്ടെ, കണ്ടാ മനസ്സിലാവുന്ന തരത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷേ അക്ഷരങ്ങൾ പഠിപ്പിക്കരുത്. നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. പിന്നെ പ്രീ പ്രൈമറിയിൽ വിട്ടിട്ട് ടീച്ചറെ എല്ലാം പഠിപ്പിക്കണേന്ന് പറയും. എനിക്കറിയാവുന്ന പല പ്രീ പ്രൈമറി സ്കൂളുകളിലും കുട്ടികളെ ഇട്ട് കഷ്ടപ്പെടുത്തി അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ തൊട്ട് അം വരെ, കാ തൊട്ട് പിന്നെ സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും എല്ലാം പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. അത് ശരിയായ ഒരു രീതിയല്ല. ഇവിടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും പിന്നെ അത് ഓരോ രക്ഷിതാവും അതിനെ തടയണം. നിങ്ങൾ പറയണം, നിങ്ങൾ കാരണമാണ് ഈ കുട്ടികൾക്ക് ഇത്രയും അമിതഭാരം പോകുന്നത് കേട്ടോ. നിങ്ങളിൽ ചില രക്ഷിതാക്കൾ പിന്നെ ഇത് കേൾക്കുന്ന ടീച്ചേഴ്സിനോട് ടീച്ചേഴ്സ് ആണ് എങ്കിൽ പോലും അതിലും ഉണ്ട് ഈ സ്വഭാവമുള്ളവർ. അതുകൊണ്ടാണ് പറയുന്നത്, ചില രക്ഷിതാക്കള് ഒന്നുകിൽ കണ്ടിട്ടും കാണാതെ ഇരിക്കുന്നു, അതല്ലെങ്കിൽ ചെയ്യുന്നത് ടീച്ചറെ അവരെ പഠിപ്പിച്ചോ, എൻ്റെ മോനെയും പഠിപ്പിച്ചോ, എൻ്റെ മോളെയും പഠിപ്പിച്ചോ അക്ഷരങ്ങൾ എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. ഇതിനെല്ലാം പുറമെ GK പുസ്തകം എടുപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ സർക്കാർ കൊടുക്കുന്ന പുസ്തകത്തിന് പകരം അടുത്ത പുസ്തകങ്ങൾ, അടുത്ത സെറ്റ് പുസ്തകങ്ങളും കൂടി വാങ്ങി അത് കുട്ടികളെ നിർബന്ധമായി പഠിപ്പിക്കുന്ന രീതി. പുസ്തകങ്ങൾ വാങ്ങുന്നതൊക്കെ നല്ലത് തന്നെ. അത് പക്ഷേ സർക്കാർ പിന്നെ നിയമം കൃത്യമായി കർശനമായി വിലക്കിയിട്ടും പുസ്തകങ്ങൾ വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അത് വാങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടോ കുഴപ്പമില്ല. പക്ഷെ എന്തിനാണ് നമ്മുടെ മക്കളെ കൊണ്ട് അത് എഴുതിപ്പിക്കുന്നത്? എന്തിനാണ് ഈ കഴ്സീവ് റൈറ്റിംഗ് ചെയ്യിപ്പിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നമ്മളാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യരുത്. കൃത്യമായി കുട്ടികളുടെ പിന്നെ പേശി വികസനത്തിനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ ആശയങ്ങൾ നന്നായി അവർക്ക് വാചികമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ക്ലാസ്സിൽ വേണ്ടത്. അവര് വിശേഷങ്ങൾ പറയണം, ആ വിശേഷങ്ങൾ ടീച്ചർ കേൾക്കണം.
അവരെ ക്ലാസ് റൂമിൽ ഇരുത്താൻ പഠിപ്പിക്കണം അല്ലെ, ഒരിടത്ത് എങ്ങനെ പെരുമാറണം എന്ന രീതിയിലേക്ക് പഠിപ്പിക്കണം. പിന്നെ അച്ചടക്ക ശീലങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാതെ തന്നെ കൃത്യമായ പ്രോത്സാഹനങ്ങളിലൂടെയൊക്കെ നമുക്ക് കൃത്യമായി കുട്ടികളെ അച്ചടക്കമുള്ളവരാക്കി മാറ്റാനാകും. അങ്ങനെ കുറച്ച് സ്കൂളിൽ കുറച്ച് നിയമങ്ങളൊക്കെ പഠിപ്പിച്ച് അടുത്ത ലെവലിലേക്ക് 1-ാം ക്ലാസ്സിലേക്കൊക്കെ പോകാറാവുമ്പോഴേക്കും സ്കൂളുമായും ടീച്ചറുമായും ഒക്കെ ഒന്ന് പൊരുത്തപ്പെട്ട്, ഇനി ഒരുപാട് കാലം അവർ പഠിക്കാനുള്ളതാണ്, അതിനൊക്കെ അവരെ പൊരുത്തപ്പെടുത്തിയും സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവര് ശീലിക്കേണ്ട ശീലങ്ങളും പെരുമാറ്റങ്ങളും പഠിപ്പിക്കുക, ഇതൊക്കെയല്ലേ വേണ്ടത്. അത്തരത്തിൽ തന്നെയാണ് അവരുടെ പാഠപുസ്തകം കളിത്തോണിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് എത്ര മനോഹരമായ പുസ്തകമാണെന്ന് അറിയോ? ആ പുസ്തകത്തെ പക്ഷെ പ്രോപ്പറായിട്ട് എത്തിക്കാൻ സമൂഹം സമ്മതിക്കുന്നില്ല. ഇപ്പൊ എന്റെ മകൻ പഠിച്ച സമയത്തും ആ സ്കൂളില് പുറത്തു നിന്നുള്ള പുസ്തകങ്ങൾ എടുത്ത് പഠിപ്പിക്കാൻ അധ്യാപകർ നിർബന്ധിതരാകുകയാണ്, അല്ലെങ്കിൽ കുട്ടികൾ വരില്ല. കുട്ടികളില്ല എന്ന് പറയുമ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ വീണ്ടും കുട്ടികളുടെ എണ്ണം കുറയുന്നു, അധ്യാപകർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ കുട്ടികളുടെ എണ്ണം നിലനിർത്താനൊക്കെ ചില കാര്യങ്ങളിൽ അവർ വെള്ളം ചേർക്കുന്നു. എന്നാൽ ഈ രക്ഷിതാക്കൾക്ക് ബോധം ഉണ്ടാകണം അല്ലെ, ഇങ്ങനെ കുട്ടിയെ വളരെ ചെറിയ കുഞ്ഞാണ്, അതിനെ കൃത്യമായി പെൻസിൽ പിടിക്കുക എന്നൊക്കെ പറയുന്നതാണ് അവരുടെ സ്ട്രെസ്. ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടേതായ സ്ട്രെസ്സാണ് പെൻസിൽ പിടിക്കുന്നതും ഇരട്ട വരയിലും മുട്ടിച്ച് കൃത്യമായി എഴുതുന്നതും ഒക്കെ അവരെ സംബന്ധിച്ച് പറ്റാത്ത കാര്യങ്ങളാണ്. ഇനി എഴുതിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അല്ലാതെ ബുക്കുകൾ കൊടുത്തിട്ട് അവർക്ക് തോന്നുന്ന പോലെ അവർ കൈകളൊന്ന് മൂവ് ചെയ്ത് വരയ്ക്കാനും കുത്തി വരയ്ക്കാനും ഒക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ക്രയോൺസുകളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതായത് ക്രയോൺസ് കൊടുക്കുന്നത് കുറച്ചുകൂടി കനമുള്ളത് കൊണ്ട് അവ പിടിക്കാനാണ്. അതിൽ നിന്നാണ് അവർ സൂക്ഷ്മപേശി വികസനത്തിന് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് പെൻസിലിലേക്ക് എത്തേണ്ടത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുപോയി. എങ്കിലും അപ്പൊ പ്രീ പ്രൈമറി കുട്ടികൾക്ക് എന്ത് പ്രവർത്തനമാണ് കൊടുക്കേണ്ടത്? ചുമ്മാ അവിടെ ഇരുത്തിയ പോരെ അല്ലേ? അപ്പൊ അവർക്ക് കൃത്യമായി കളിത്തോണി എന്ന് പറയുന്ന പുസ്തകം അവർക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അധ്യാപകരുടെ ഹാൻഡ് ബുക്കുകളുണ്ട്. അപ്പൊ ഇതിനകത്ത് കൃത്യമായ ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങൾ, കുടുംബം, വീട് തുടങ്ങിയ ആശയങ്ങൾ അവർക്ക് അറിയുന്നതാണ്. ഈ ആശയങ്ങൾ തന്നെ, അവർക്ക് അറിയുന്ന ആശയങ്ങളെ തന്നെ കുട്ടിക്ക് കുട്ടിയുടേതായ രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. നമ്മൾ കാണുമ്പോൾ നിറയെ കളർ ചെയ്യാനൊക്കെ ഉള്ള ഒരു പുസ്തകം, അതാണ് കളിത്തോണി എന്ന് പറയുന്നത്. പക്ഷെ ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിൽ കൃത്യമായിട്ട് അതിനുള്ള കഥകളും ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ ഉള്ളിലേക്ക് ഒരുപാട് ആശയങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം കുട്ടികളിൽ കിട്ടുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. വളർത്തു മൃഗങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കലാണ് വേണ്ടത്. കുട്ടികൾ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കലാണ് വേണ്ടത്. പാട്ടുകൾ പാടലാണ് വേണ്ടത് അല്ലെ? ആസ്വദിക്കുന്നു, പേശി ചലനങ്ങൾക്കുള്ള അവസരം കൊടുക്കുന്നു. പിന്നെ ഡാൻസ് അല്ലെ, നൃത്തം, ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്സ്, ഇതൊക്കെയാണ് പ്രീ പ്രൈമറി ക്ലാസ്സിൽ നടക്കേണ്ടത്. അപ്പൊ അതിനെ ഒക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഉത്തരത്തെ ഒന്ന് ചുരുക്കി നന്നായി പറയാം. നിങ്ങളിലേക്ക് കുറച്ചുകൂടി ആശയം കിട്ടാനാണ് ഇങ്ങനെ നീട്ടി പറയുന്നത്. ഇത്രയൊക്കെ മതി ഈ ഒരു ക്ലാസ്സിൽ. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലായിട്ട് എത്തിക്കും കേട്ടോ, അല്ലെങ്കിൽ കേട്ട് ബോറടിക്കില്ലേ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു നിമിഷം പോലും പുറകോട്ടേക്ക് പോകരുത്. ഇടയ്ക്ക് വെച്ചൊന്നും മടുപ്പം ഉണ്ടാകരുത്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലായിരിക്കും നിങ്ങളുടെ കാര്യം നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം കുറച്ച് കൊടുക്കും. എന്റെ കാര്യമല്ലേ, അതവിടെ കിടക്കട്ടെ എന്ന് ചിന്തിക്കും. പിന്നീട് ആകാം എന്ന് കരുതും. ഇപ്പൊ ജോലികളെല്ലാം കഴിയുമ്പോൾ നല്ല ക്ഷീണം അനുഭവപ്പെടും. പ്രത്യേകിച്ച് ഇപ്പൊ നല്ല ചൂടാണ്, കിടന്നുറങ്ങാൻ തോന്നും. അത് കഴിയുമ്പോഴത്തേക്ക് മക്കള് സ്കൂൾ വിട്ട് വരും. അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കാൻ തോന്നും. അതൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നീട് ഇപ്പൊ പരീക്ഷാ കാലമാണ്. അപ്പൊ അവരെ പഠിപ്പിക്കലായി. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മളുടേതായ സമയം കൊടുക്കാറാവുമ്പോഴത്തേക്കും നമ്മൾ ആകെ ടയേർഡായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ പഠനം നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കും. ആകെ മാറ്റിവെക്കാൻ പറ്റുന്നത്, പരാതികളില്ലാതെ ചെയ്യാൻ പറ്റുന്നത് അവനവന്റെ കാര്യങ്ങളിൽ വീഴ്ച വരുത്തലാണല്ലോ എന്ന ചിന്തയിൽ. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ സ്മാർട്ടായിട്ട് വീട്ടിലും വർക്ക് ചെയ്യുക, അതോടൊപ്പം നമ്മുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോവുക. കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. അതിൽ എഫേർട്ട് കുറവുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക.
ജോലി ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, വീട്ടിലെ ജോലികൾ ചെയ്യണം. ആ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് ക്രമപ്പെടുത്തി ചെയ്യുക. എല്ലാ ദിവസവും തുടയ്ക്കുന്ന നിങ്ങൾ 1-2 ദിവസം കൂടുമ്പോൾ തുടച്ചാൽ മതി വീട്. ഇപ്പൊ എല്ലാ ദിവസവും തൂത്തുവാരി നമ്മൾ ഇടുന്നുണ്ട്, അതൊന്ന് സ്പീഡപ്പ് ചെയ്തൊക്കെ ചെയ്യുക. എങ്ങനെയും കൃത്യമായ ഒരു സമയം വെച്ച് ആ സമയത്തിനുള്ളിൽ ഞാൻ ജോലി തീർക്കുമെന്ന രീതിയിൽ ജോലികൾ തീർത്ത് നിങ്ങൾ ആക്റ്റീവായി ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾ പഠിച്ച് ബാക്കി സമയം ജോലി ചെയ്ത് മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ ഒരുപാട് പിറകിലായി പോകും. നിലവില് ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടികളെ എനിക്കറിയാം. നന്നായി കഷ്ടപ്പെട്ട് ഓരോ വാക്ക് പറയുമ്പോഴും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് എടുത്ത് സംസാരിച്ച കുട്ടികള് ഒടുവിലായപ്പോഴേക്ക് വളരെ നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ച് ആ ഒരു രീതിയിലേക്ക് അവരെത്തി. വളരെ ഉയർന്ന ഒരു നിലയിലേക്ക് എത്തി. അവര് വിട്ട് എന്റെ ഗ്രൂപ്പ് വിട്ട് അവര് പോകുന്നു എന്ന് പറയുമ്പോൾ എന്റെ കണ്ണുകൾ പോലും നിറയുന്ന അവസ്ഥ. അവർ ഇത്രയും മാറിയല്ലോ എന്ന ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തി. നിങ്ങളെ പോലെ കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ വ്യക്തമായ നമ്മളുടെ നിർദ്ദേശങ്ങൾ അവർ പാലിച്ച് ഈ ഒരു രീതിയിലേക്ക് അവര് എല്ലാം അസൈൻ ചെയ്ത് കൃത്യമായി അവര് നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നവര് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവര് പോയി. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുക. നീ പോയിന്ന് പഠിച്ചോന്ന് പറയാൻ ആരും കാണില്ല, നിങ്ങളെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളെങ്കിലും പറയണം നിങ്ങളോട്, പോയിരുന്ന് പഠിക്കുക, സമയമായി, ഇനി സമയം കളയരുത് എന്ന് പറഞ്ഞ് പഠിക്കണം. നിങ്ങളുടെ അതേ മാർക്കുള്ള ഒരാള് 14 മാർക്ക് ഇന്റർവ്യൂവിന് വാങ്ങുന്നു, നിങ്ങളൊരു 10 മാർക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ 13 മാർക്ക് വാങ്ങുന്നു, എങ്കിൽ പോലും ഒരുപാട് റാങ്കിന്റെ വ്യത്യാസം അവിടെ ഉണ്ടാകും. ഒരു മാർക്കല്ലേ ഉള്ളൂ എന്നല്ല, ഒരുപാട് റാങ്കിന്റെ വ്യത്യാസം അവിടെ ഉണ്ടാകും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇനി എല്ലാം പഠിച്ചിട്ടും ടീച്ചർ എന്നോട് ഇത്രയും ചോദ്യങ്ങളാ ചോദിച്ചത് എന്നും പറയാം. അതൊക്കെ നിങ്ങളുടെ കുറെയൊക്കെ നമ്മളുടെ ഭാഗ്യം പോലെ എന്ന് വേണമെങ്കിലും പറയാം അല്ലെ. അപ്പൊ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ചോദ്യം എങ്ങനെ ആയിക്കോട്ടെ, ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്നുണ്ടോ? ഇനി നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ഇനി ഒരു ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ആത്മവിശ്വാസം ചോരാതെ പോയി നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് പ്രധാനം. ഒരു ക്വസ്റ്റ്യൻ കേട്ട് നമ്മൾ തളർന്നു പോകാതെ ഇരിക്കണം. ആ തളർച്ച നമ്മളുടെ എല്ലാത്തിനെയും ബാധിക്കുക. അധ്യാപനത്തെ ഞാൻ നല്ലൊരു അധ്യാപികയാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കണം. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ഇനി അഥവാ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇന്റർവ്യൂവറിന്റെ സ്വഭാവം എങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലേക്ക് അതിനെ കാണാനുള്ള പ്രാക്ടീസ്, അങ്ങനെ കണ്ടതിനെ കളയാനുള്ള പ്രാക്ടീസും കൂടി ചെയ്ത് തന്നെ പോവുക. അപ്പം ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും വളരെ നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. കേൾക്കുന്ന ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാവരും മികച്ച അധ്യാപകരാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ കേൾക്കാൻ സമയം എടുക്കുന്നതും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും അവനവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ എല്ലാവർക്കും കഴിയട്ടെ. ഓക്കെ.